പ്രോബ്ലം നമ്മൾ ഏതാണ്ട് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്തോ? ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറയൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല? അല്ല എല്ലാവരും സോൾവ് ചെയ്ത് കിട്ടിയോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കൺഫ്യൂഷൻസ് വല്ലതും ഉണ്ടോ? സാറിനെ പറഞ്ഞ ചെയ്തു. ഓക്കെ. ആ കൺസെപ്റ്റിന് നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. ലാസ്റ്റ് ടൈപ്പാണ് ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ്. ഇന്നത്തോടുകൂടി മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ഇതൊരു അഡീഷണൽ പ്രോബ്ലം മാത്രമാണ്. പക്ഷെ ഇതൊരു കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ആണ്. റൈറ്റ്. കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്ത 2-3 ടൈപ്പിന്റെ ഒരു മിക്സ്ഡ് ഫോമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കൺസെപ്റ്റ്. ഓക്കെ, പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലൊരു ജോയിൻ ചെയ്യട്ടെ, തുടങ്ങാം. ഓക്കെ റൈറ്റ്. ഓക്കെ, നമുക്ക് 2 പ്രോബ്ലംസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒന്ന്, when a beam was a variable axial load അല്ലെ, a variable axial load, ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ട്, സം പോസിറ്റീവ് വാല്യൂ, ആൻഡ് ഒരു കംപ്രസീവ് ഫോഴ്സ്, സം നെഗറ്റീവ് വാല്യൂ അല്ലെ. ആക്സിയൽ ലോഡിന്റെ കണ്ടീഷൻ നോക്കി. സിമിലർലി അടുത്ത കേസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ, എ കാന്റിലിവർ ബീം വിച്ച് വാസ് സബ്ജക്റ്റഡ് ടു വേരിയബിൾ ട്രാൻസ്വേഴ്സ് ലോഡിംഗ് കണ്ടീഷൻ അല്ലെ. നമ്മൾ ഇത്രയും കേസസ് ആണ് നമ്മൾ ഓൾറെഡി നോക്കിയത്. നമുക്ക് 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കിയാല് ഇതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 300 × 10³ എന്നുള്ള ഫോഴ്സ് വരുന്ന ഒരു പ്രോബ്ലം നോക്കി. അപ്പൊ അതിന്റെ കേസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു കേസ് സോഡബർഗ് ഇക്വേഷൻ മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഇൻപുട്ട് വാല്യൂസ് അതൊക്കെ മാത്രമേ. അപ്പൊ അത് ബേസ് ചെയ്തു. സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ദ സെയിം 3F എന്ന ട്രാൻസ്വേഴ്സ് ലോഡിംഗ് കണ്ടീഷൻ ദാറ്റ് ടു വേരിയബിൾ ആണ്. ഒരു സമയം 3F എന്ന് പറഞ്ഞ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യും, തൊട്ടടുത്ത മൊമെന്റിൽ ആക്ട് ചെയ്യുന്നത് -F എന്ന് വെച്ചാൽ. അപ്പൊ അതൊരു വേരിയബിൾ ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു 2 കണ്ടീഷൻ നമ്മൾ ആസ് എ തേർഡ് കേസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പൈൻഡ് ആക്സിയൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ല എനിക്ക് കമ്പൈൻഡ് വേരിയബിൾ പറയാം. എക്സാക്ട് ഹെഡിങ് പറയുകയാണെങ്കിൽ combined variable normal stress and shear stress. Okay, combined variable normal stress and shear stress. That is the topic for today. Correct. 2 ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ആണ് നോക്കി. ഒന്ന് ആക്സിയൽ മാത്രം, വെർട്ടിക്കൽ മാത്രം. ഇനി ഇത് രണ്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ടൈപ്പ് കേസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ 2 കേസ് മാത്രമല്ല, ആസ് എ തേർഡ് കേസ് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഇക്വേഷൻസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ടോർഷൻ. ഓക്കെ, സെയിം ബീം ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടോർഷൻ, ഒരു പോസിറ്റീവ് ടോർക്കും ഒരു നെഗറ്റീവ് ടോർക്കും വരുന്ന ഒരു കേസ് ഉണ്ടെങ്കിലും ഇതേ സെയിം കാര്യം തന്നെ വരും. അപ്പൊ ആ സമയത്ത് എന്ത് വരും? ടോർക്കാണ് വരുന്നെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഷിയർ സ്ട്രെസ് ആണെങ്കിൽ സോഡബർഗ് ഇക്വേഷനും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, നമ്മുടെ ഗുഡ്മാൻസ് ഇക്വേഷന്റെ എല്ലാം കേസിൽ നോർമൽ സ്ട്രെസ്സിന്റെ ടേമിന് പകരം എന്ത് വരും? ഷിയർ സ്ട്രെസ്സിന്റെ കോമ്പണന്റ് വരും. ഇക്വേഷൻ ഇസ് ഡയറക്ട്ലി ഇൻ യുവർ ഡാറ്റ ബുക്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷിയർ സ്ട്രെസ് ടോർഷനാണ് വരുന്നെങ്കിൽ നമുക്ക് നോർമൽ സോഡബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്, സോഡബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ആസ് 1 by factor of safety is equal to sigma mean by yielded tensile strength plus sigma amplitude into kf divided by endurance limit into some constants a into b into c some constants. Right now shear stress ആണ് വരുന്നെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ആവുമെന്ന് ചോദിച്ചാൽ, for this condition ടോർക്ക് വരുന്ന കേസിൽ you will be getting shear stress. ആ കേസിൽ your equation will be modified as 1 by factor of safety is equal to
tau mean by yield tensile strength plus tau amplitude kf divided by endurance limit. Okay, into A into B into C. See, where a difference on the villa, normal stress in the terms in the program, shear stress terms were for the matter. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് കമ്പൈൻഡ് കേസസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മള് ഇതിപ്പോ വേരിയബിൾ കേസിലായതുകൊണ്ട് നമ്മൾ ഇതിന്റെ സ്റ്റാറ്റിക് കണ്ടീഷൻ ഓൾറെഡി നമ്മൾ നോക്കിയതാണ് അല്ലെ. കമ്പൈൻഡ് ആക്സിയൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ഫോർ സ്റ്റാറ്റിക് കണ്ടീഷൻ നമ്മൾ ഇതുവരെ നോക്കിയ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. കറക്റ്റ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ ആ ടൈപ്പ് ആയിരുന്നു. കാണിക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ വേരിയബിൾ ആണ് ലോഡ്. അപ്പൊ വേരിയബിൾ അല്ലായിരുന്നെങ്കിൽ, ഓക്കെ, വേരിയബിൾ അല്ലാത്ത സ്റ്റാറ്റിക് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ, സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ ആയിരുന്നു, നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിംഗ് എ ബീം വിച്ച് ഇസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് എ ട്രാൻസ്വേഴ്സ് ലോഡ് ഒക്കെ വരുന്ന കേസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സിഗ്മ സം പി വാല്യൂ, സം 2p വാല്യൂ വെർട്ടിക്കൽ ഒക്കെ വരുന്ന കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ആക്സിയൽ സ്ട്രെസ് സിഗ്മ ഉണ്ടാവും, സിഗ്മ എക്സ് ഉണ്ടാവും, പ്ലസ് സിഗ്മ എക്സ് ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ യുവർ ഫൈനൽ ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താ, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ് ആണ്. റൈറ്റ്. സിമിലർലി ഇതിന്റെ മുകളിൽ ഒരു ടോർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഷിയർ സ്ട്രെസ് വാല്യൂ ടോ എക്സ് വൈ കൂടി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മാക്സിമം സ്ട്രെസ് കാണാൻ all you have to do is to find the principal stress അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പ്രിൻസിപ്പൽ സ്ട്രെസ് കാണും, അതിനുശേഷം തിയറീസ് ഓഫ് ഫെയിലിയർ വിൽ ചെക്ക്. റൈറ്റ്, സി ഈ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൺലി തിങ് ഈസ് there will be some additional initial steps, that's it. ഓക്കെ, ഇനീഷ്യലി നമുക്ക്, കാരണം ഇതിനെ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ടുവരണം, അതിനുശേഷമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. റൈറ്റ്, ക്ലിയർ ആവുന്നുണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? കൺഫ്യൂസ്ഡ് ആവാണോ? എന്താണ് അവസ്ഥ? നമ്മളിപ്പോ ഇവിടെ ഇതിന്റെ സൊല്യൂഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം കുറച്ച് ഒരു ബേസിക് സ്റ്റെപ്സ് ചെയ്ത് ഇതിനെ നമുക്ക് അറിയാവുന്ന ഒരു ഫോമിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മൾ നോർമൽ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്യുക ആ രീതിയിൽ തന്നെ ഇത് സോൾവ് ചെയ്യും. ഇപ്പൊ ഞാൻ സ്റ്റെപ്സ് പറയാം, കാരണം നമ്മൾ ഇത് എല്ലാ ഏരിയാസും നോക്കിയതാണ്. സോ യു കൻ നോട്ട് ഔട്ട് ദ പ്രൊസീജിയർ ഫോർ സോൾവിംഗ് സച്ച് കൈൻഡ് ഓഫ് എ പ്രോബ്ലം. റൈറ്റ്, ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, okay, so procedure for solving such kind of a problems. Okay, so the first step is to find the equivalent axial stress. Equivalent axial stress. Okay, so that is given by the equation sigma equivalent is equal to sigma mean plus kf into amplitude stress into yield tensile strength divided by endurance stress. Okay, ഈ ഇക്വേഷൻ കണ്ടിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്, ബട്ട് പിന്നെ ഇത് ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങളുടെ PSC ഡാറ്റാ ബുക്കിലുണ്ട്. റെഫർ യുവർ PSC ഡാറ്റാ ബുക്ക് വേരിയബിൾ ലോഡിംഗ് കണ്ടീഷനിൽ നോക്കുക. ഓക്കെ, വേരിയബിൾ ലോഡിംഗ് കണ്ടീഷനിൽ ഡാറ്റാ ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അവിടെ തന്നെ ഉണ്ട്. റൈറ്റ്, so you can refer to this equation. Now similarly find the equivalent shear stress. Now if it is a combined normal stress and combined shear stress anengil, second case is to find the equivalent shear stress. Equivalent shear stress, find the equivalent shear stress, and that is given by tau equivalent is equal to same സാധനത്തില് നോർമൽ സ്ട്രെസ്സിന്റെ പകരം അവിടെ ഷിയർ സ്ട്രെസ് ടേം വരുന്നത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു tau mean plus kf into tau a into yield tensile strength divided by endurance. Okay, so that's it. Right, now see, suppose നമ്മുടെ പ്രോബ്ലത്തില് if there is an axial stress and if there is a bending stress കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലത്തിൽ തന്നെ ഈ ടൈപ്പ് ഒരു കണ്ടീഷൻ ആയിരിക്കാം, ഒരു വേരിയബിൾ ആക്സിയൽ, ഏതാണ്ട് ഇതുപോലെ ഒരു കണ്ടീഷൻ. when your beam is subjected to a variable axial load, a variable transverse load and a variable torsion. Okay, clear ആണോ? ഒരു വേരിയബിൾ ആയിട്ടുള്ള വേരിയബിൾ ആക്സിയൽ ലോഡ്, വേരിയബിൾ transverse load and variable torque. Okay, so if a beam is subjected to all these types, ഇതിപ്പോ എല്ലാ കേസും ഇതിപ്പോ ഏറ്റവും മാക്സിമം വരുന്ന കേസസ് ആണ് അല്ലെ. നമുക്കൊരു മെറ്റീരിയലിന്റെ കേസിൽ ആക്സിയൽ ലോഡും ട്രാൻസ്വേഴ്സ് ലോഡും അതുപോലെ ടോർക്കും വരുന്ന കേസാണ്. നമ്മൾ ഇതുവരെ നമ്മളെ സിലബസിൽ നമ്മൾ പഠിച്ച ഏറ്റവും ടോട്ടൽ ഏറ്റവും മാക്സിമം വരുന്ന കേസ്
cases ആയിരിക്കും, right? So അങ്ങനെ അതും കൂടെ വരികയാണെങ്കിൽ you'll have one more equation, that is your third equation. For that, find the equivalent bending stress, അല്ലെ? Transverse load ഉണ്ടെങ്കിൽ അവിടെ ഒരു bending stress ഉണ്ടാവും, right? So the next step is to find the equivalent okay, find the equivalent bending stress. And that equivalent bending stress is given by the equation sigma equivalent for bending is equal to the sigma equivalent for the axial condition. Okay, confusion for the bending. Okay, is equal to same same equation sigma mean plus kf into sigma amplitude into yield tensile strength by endurance strength. Okay, so same axial condition same equation ആണ്, പക്ഷെ ആ കൂടെ മാറുന്നത് sigma mean bending into sigma mean ആണ്, sigma amplitude bending into sigma amplitude ആണ്. Okay, അപ്പോൾ ഇത് രണ്ടും same values അല്ല, values will be different. Okay, so kf yield tensile strength will be same, ഈ രണ്ട് value will be different for both the cases. Okay, now so after finding this one, അപ്പോൾ ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ ഇത് ഏതാണ് നമ്മൾ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷന്റെ പ്രോബ്ലത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി അല്ലെ, ശരിയല്ലേ? ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? ഇനിയെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം, എസ് എന്ന് ടൈപ്പ് ചെയ്യാം. മാക്സിമം ആളുകൾ ക്ലിയർ ആണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ഇക്വേഷൻ പറയണോ? ഇക്വാലന്റ് ബെൻഡിങ് സ്ട്രെസിന്റെ ഇക്വേഷൻ പറഞ്ഞില്ലേ? പറയാം. തേർഡ് വേരിയബിൾ ടോർക്കും സ്ട്രെസ് പ്രശ്നമുണ്ടോ? സർ വോയിസ് ഇടക്ക് ലാഗാവുന്ന പോലെ, വോയിസ് ഇടക്ക് ലാഗാവുന്ന പോലെ ഉണ്ട്. എന്റെ വോയിസ് ആണോ? ആ സാറ് പറഞ്ഞുകൊടുക്കുമ്പോ ഇടക്ക് ഒരു ചെറിയ ശരിയായിരിക്കും. കോളേജിലാണ് ഇവിടെ. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ പറയാം. ബാക്കിയുള്ളവരുടെ ലാസ്റ്റ് എന്താ? ബാക്കിയുള്ളവരിങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, എനിക്ക് അതിനൊരു റിപ്ലൈ വേണം. നമ്മളൊരു ഇരിക്കുമ്പം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു റിപ്ലൈ എനിക്ക് വേണം. ക്ലിയർ ആണോ? ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എന്റെ കൂടെ തന്നെ ഉണ്ടോ? രാവിലെ തന്നെ ഒന്ന് ഉഷാറാവേ എല്ലാരും. ഓക്കെ, അപ്പൊ ഗൂഗിൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ് ഇക്വലന്റ് ബെൻഡിങ് സ്ട്രെസിന്റെ ടേം വരുന്നത് അല്ലെ? ഓക്കെ, റൈറ്റ്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ഇവിടെ ചോദിച്ചത് വേരിയബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് ഇക്വലന്റ് ബെൻഡിങ് സ്ട്രെസ് ഉപയോഗിക്കുന്നത്. അതെ. ഇപ്പൊ പിന്നെ നമ്മളിപ്പോ വേരിയബിൾ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ ഈ കാണുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് തന്നെ വേരിയബിൾ കണ്ടീഷനിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. റൈറ്റ്. ഞാനിപ്പോ സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ഈ പിന്നെ വേരിയബിൾ കമ്പൈൻഡ് വേരിയബിൾ ലോഡ് വരുന്ന ഒരു പ്രോബ്ലം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അതിനെ നമുക്ക് അതുപോലെ തന്നെ വെച്ചാല് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ കഴിയില്ല, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ വേരിയബിൾ കണ്ടീഷനെ നമ്മൾ ഒരു സിമ്പിൾ ഈക്വലന്റ് ഒരു സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയാം, ഈ ഒരു ഇക്വേഷൻ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്, വേരിയബിൾ ലോഡിംഗ് കണ്ടീഷൻ ഇക്വേഷൻ ആണ് അല്ലെ? സോഡബർഗ് ഇക്വേഷന്റെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത ഒരു ഫോമാണത്, റൈറ്റ്? 3 കേസും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് ഈ മീൻ സ്ട്രെസ്സും അതേപോലെ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും ഇതൊക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനലി കിട്ടുന്ന ഈ 3 ടേംസ് മാത്രമേ എന്റെ കയ്യിൽ ഉണ്ടാവും. എന്താണ്? സിഗ്മ ഈക്വലന്റ് ആക്സിയൽ ഉണ്ടാവും,
ഷിയർ സ്ട്രെസ് ഈക്വലന്റ് ഉണ്ടാവും, അതേപോലെ സിഗ്മ ഈക്വലന്റ് ഫോർ ബെൻഡിങ്. എന്ന് വെച്ചാൽ ഫൈനലി ഇത് കംപ്ലീറ്റ് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മൂന്ന് ടേംസ് ആണ് സിഗ്മ ഈക്വലന്റ് ഫോർ ആക്സിയൽ, സിഗ്മ ഈക്വലന്റ് ഫോർ ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ് ഈക്വലന്റ്. അല്ലെ, ഇതിപ്പോ ഏതാണ് നമ്മുടെ സ്റ്റാറ്റിക് ലോഡിങ്ങിന്റെ കണ്ടീഷന്റെ അവസ്ഥയിലേക്ക് വന്നില്ലേ? ശരിയല്ലേ? സിഗ്മ ആക്സിയൽ സ്ട്രെസ് വന്നു, നോർമൽ സ്ട്രെസ് വന്നു, ഷിയർ സ്ട്രെസ്സും വന്നു. സോ ദാറ്റ് മീൻസ് ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈക്വലന്റ് ഡിപെൻഡിങ് അപ്പോൺ ദ സൈൻ കൺവെൻഷൻ എനിക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? സോ യുവർ ഫൈനൽ ആക്സിയൽ സ്ട്രെസ്, ഓക്കെ, ആക്സിയൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ആക്സിയൽ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? സിഗ്മ ഈക്വലന്റ് ഫോർ ആക്സിയൽ പ്ലസ് ഓർ മൈനസ് സിഗ്മ ഈക്വലന്റ് ഫോർ ബെൻഡിങ്. രണ്ട് കേസിലും പ്ലസ് ഓർ മൈനസ് ഒന്നിക്കൽ ഇത് ആഡ് ചെയ്യാം. ഡിപെൻഡിങ് അപ്പോൺ ആ പോയിന്റിലെ അവസ്ഥ എന്താണെന്ന് അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിനെ ആഡ് ചെയ്യാം, പ്ലസ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? എനിക്കൊരു ഒറ്റ സിഗ്മ എക്സ് വാല്യൂ മാത്രം കിട്ടി, അതുപോലെ ഒരു ഷിയർ സ്ട്രെസ് ഈക്വലന്റ് മാത്രം കിട്ടി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി യൂസിങ് ദ തിയറീസ് ഓഫ് ഫെയിലിയർ ഐ കൻ സോൾവ് ദിസ് പ്രോബ്ലം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിമിനറി സ്റ്റെപ്പ് മാത്രം. നമ്മൾ ഇതുവരെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്, അല്ലെങ്കിൽ അതേ ടെക്നിക്ക് തന്നെയാണ്. ആകെ കൂടെ വരുന്നത് വേരിയബിൾ സ്ട്രെസ് ആണ് പ്രോബ്ലം എങ്കിൽ, വേരിയബിൾ ആണ് പ്രോബ്ലത്തിൽ വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫറ്റീഗ് പ്രോബ്ലം ആണെങ്കിൽ യു ഹാവ് ടു ഇൻക്ലൂഡ് ദീസ് ഇനീഷ്യൽ സ്റ്റെപ്സ്. ഓക്കെ, ഇതിൽ സോൾവ് ചെയ്തിട്ട് ഈ മൂന്ന് ടേംസും കണ്ടുപിടിക്കുക. അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്ത അതേ കണ്ടന്റ് കാര്യം തന്നെയാണ് പിന്നെ ചെയ്യേണ്ടത്. ഇത് ക്ലിയർ ആണോ? Right. Now, so the next step, the fifth step is to find. Etherin kitti kanyal you can directly find the principal stress and principal stress and maximum shear stress. Find the principal stress. പിന്നെ പ്രൊസീജിയർ നോട്ട് ചെയ്യണേ, സ്ക്രീൻഷോട്ട് എടുക്കാം. Okay. Find the principal stress and the maximum shear stress. Okay, then your last step, now use your maximum principal stress theory and maximum shear stress theory, equate and find the unknown. Okay, find the unknown. If it is diameter, find the unknown diameter. If it is a factor of safety, means find that factor of safety or whatever it is. എന്താണോ unknown value അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ ഈ ഒരു കമ്പൈൻഡ് വേരിയബിൾ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇത്രയും കേസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മൂന്ന് അഡീഷണൽ ഫീച്ചേഴ്സ് വരും. സോൾവ് വിത്ത് ഫൈൻഡ് ദ ഈക്വലന്റ് വാല്യൂ, ഷിയർ സ്ട്രെസ് ഈക്വലന്റ് വാല്യൂ. ഇതിൽ എല്ലാ പ്രോബ്ലത്തിലും ഈ എല്ലാ ഈക്വലന്റ് വാല്യൂസ് ഉണ്ടാവണമെന്നില്ല. ചില കേസിൽ ബെൻഡിങ് ഉണ്ടാവില്ല, ചില കേസിൽ ബെൻഡിങ്ങും ആക്സിലും മാത്രമേ ഉണ്ടാവുള്ളൂ. whatever it is, find this equivalent one, whatever it is. Axially variable ആണെങ്കിൽ, axially varying load ആണ് തന്നിട്ടില്ലെങ്കിൽ find sigma equivalent. Torque varying ആണെങ്കിൽ find shear stress equivalent, and bending variable ഉണ്ടെങ്കിൽ find sigma equivalent for bending. Right, now then boil down to this equation, find the principal stresses, then find the principal stresses and the maximum shear stress. അതിനുശേഷം നമ്മുടെ തിയറീസ് ഓഫ് ഫെയിലിയറിലേക്ക് പോവാം. യൂസ് ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി and find the, for example, diameter angle, find the diameter. Similarly, using maximum shear stress theory, find the diameter. Compare these two values and take the final value. That's it. Okay. ഇതാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന്റെ ലോജിക്, അണ്ടർലൈൻ ലോജിക് ഇതാണ്. ഇതൊന്ന് ക്ലിയർ ആക്കാൻ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ തരാം. ജസ്റ്റ് നോട്ട് ഔട്ട് ദ പ്രോബ്ലം. ഓക്കെ, എന്താടാ കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് എല്ലാ കേസുകളിലും വരുന്ന കേസല്ല, പറയാം. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ് കൂടെ പറഞ്ഞത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മെറ്റീരിയലിന്റെ കേസിൽ ഒരു ബാർ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബീം എടുക്കാം. ഒരു ബീമിന്റെ കേസിൽ ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് ബെൻഡിങ് ലോഡ്. ഓക്കെ, ആക്സിയലും ബെൻഡിങ് ലോഡ് എന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇത് ഒരു P1 ആയിക്കോട്ടെ, ഇത് P2 ആയിക്കോട്ടെ. ഓക്കെ, നൗ എനിക്കൊരു ആക്സിയൽ സ്ട്രെസ് ഉണ്ടാവും അല്ലെ, ഡ്യൂ ടു P1/A. നൗ ഡ്യൂ ടു P2 എനിക്ക് അവിടെ എന്തുണ്ടാവും? എനിക്കൊരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും അല്ലെ. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ M/I into Y max ആണ്. നൗ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ്? അങ്ങനെയാണെങ്കിൽ യുവർ ഈക്വലന്റ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ ഞാൻ ടോപ്പ് ഫൈബർ ആണ് എടുക്കുന്നെങ്കിൽ എന്ത് വരും? സിഗ്മ ആക്സിയൽ പ്ലസ് സിഗ്മ ബെൻഡിങ് ആണ് അല്ലെ, രണ്ടും കൂടെ ആഡ് ചെയ്യും. ശരിയല്ലേ? നൗ
ഇതായിരുന്നു നമ്മുടെ സ്റ്റാറ്റിക് കണ്ടീഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഇവിടെ ഒരു വേരിയബിൾ ആയിട്ടുള്ള ആക്സിയൽ ലോഡും ഉണ്ട്, വേരിയബിൾ ആയിട്ടുള്ള ബെൻഡിങ് ലോഡും ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക? യു ഫൈൻഡ് സിഗ്മ ഈക്വലന്റ് ഫോർ ആക്സിയൽ, using that formula. Then എന്ത് ചെയ്യുക? സിഗ്മ ഈക്വലന്റ് ഫോർ ബെൻഡിങ് കണ്ടുപിടിക്കുക using that formula. Then എന്ത് ചെയ്യുക? യുവർ ഫൈനൽ അല്ലെങ്കിൽ ഇതിന്റെ കമ്പൈൻഡ് എഫക്ട് അലോങ് ദ എക്സ് ആക്സിസ് അല്ലെ, എക്സ് ആക്സിസിൽ ഇതിന്റെ കമ്പൈൻഡ് എഫക്ട് എന്ന് പറയുന്നത് സിഗ്മ ഈക്വലന്റ് ആക്സിയൽ പ്ലസ് സിഗ്മ ഈക്വലന്റ് ബെൻഡിങ് ആണ് ഇഫ് ഐ ആം ടേക്കിംഗ് ദ ടോപ്പ് ഫൈബർ. ഓക്കെ, സിഗ്മ ഈക്വലന്റ് ഇൻ ബെൻഡിങ് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇതേ പ്രൊസീജിയർ ആണ് നമ്മൾ ഇവിടെ ചെയ്ത അതേ കാര്യം തന്നെയാണ് നമ്മൾ വേരിയബിളിന്റെ കേസിൽ കൊണ്ടുവരുന്നത്. ആ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇനീഷ്യലി ഈക്വലന്റ് സ്ട്രെസ് കണ്ടെത്തുന്നത് മാത്രം. ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആ ഒരു ഒറ്റ പ്രോബ്ലത്തിൽ ഇതെല്ലാം വരുന്ന തരത്തിലുള്ള പ്രോബ്ലം ഇതാണ് ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് പ്രോബ്ലം. പിന്നെ അഡീഷണൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ പ്രോബ്ലം എഴുതിക്കോ. A steel cantilever is 200 mm long. It is subjected to an axial load. Which varies from 150 Newton compressive to 450 Newton tension, and also a transverse load at its free end which varies from 80 Newton up to 120 Newton downwards. 80 Newton to 120 Newton downwards. The cantilever is of circular cross section. It is of diameter 2d. For the first 50 mm. And of diameter d for the remaining length. Determine the diameter taking factor of safety 2. Equal to 2. Assume the following values. Take yield tensile strength as 330 megapascal, endurance strength as 300 megapascal, correction factor is equal to 0.7 in reversed axial loading. And equal to 1 for reversed bending. Okay, now stress concentration factor, take Kf as 1.44 for bending and Kf is equal to 1.64 for axial loading condition. Right. Similarly, size factor, K size
size factor, take it as 0.85, surface effect factor, take it as 0.90, and node sensitivity factor Q is equal to 0.9. Okay, so diagram കൂടെ തരാം. D 150 and 450 Newton. 80 Newton upward, 120 Newton downward. 80 Newton upward, and 120 Newton downward. Right. And the okay, that's it. Not a question. And the length of this one is 50 mm, and from here to here it is 150 mm. But that's it. Diagram കൂടെ വരയ്ക്കുക പെട്ടെന്ന്. കഴിയാം. ഇതിന്റെ പ്രൊസീജിയർ പറയാം, നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. നോട്ട് ചെയ്തോ? കഴിയോ? യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ പ്രൊസീജിയർ പറയാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതോടെ ക്ലിയർ ആവണം പ്രോബ്ലം. ഓക്കെ, ഇതാണ് അവസ്ഥ. പ്രോബ്ലം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സ്റ്റീൽ കാന്റിലിവർ ഉണ്ട്, ദാറ്റ് ഇസ് 200 mm long. ഇത് സബ്ജക്ട് ടു ആൻ ആക്സിയൽ ലോഡ് വിച്ച് വാരീസ് ഫ്രം 150 Newton to 450 Newton. സി എപ്പോഴും ഇത് ഡയഗ്രാം തരണമെന്നില്ല, കാരണം ഇത് ഈ ക്വസ്റ്റനിൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 150 Newton compressive, 450 Newton tension, and also a transverse load at its free end which varies from 80 Newton. ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസ് 2 and all other values are given. yield tensile strength തന്നിട്ടുണ്ട്, endurance strength തന്നിട്ടുണ്ട്, yield tensile ആണ് തന്നത്. റൈറ്റ്, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു കാന്റിലിവർ ബീം. ഇതിന് ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. 450 Newton പിടിച്ചു വലിക്കുന്നു, 150 Newton കംപ്രസ് ചെയ്യുന്നു, 80 Newton അപ്വേർഡ് വലിക്കുന്നു, 120 Newton ഡൗൺവേർഡ് വലിക്കുന്നു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. റൈറ്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് വലിവ് വരും, എന്താണ്, ടെൻഷൻ വരും, കംപ്രഷൻ വരും. ഇതേ പോയിന്റ് എടുത്താൽ തന്നെ അവിടെ ടെൻഷനും കംപ്രഷനും ഒക്കെ വരും. റൈറ്റ്. ഇതുപോലത്തെ പ്രോബ്ലം സോൾവ്, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ പിന്നെ അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമ്മൾ ലോജിക്കൽ നമ്മൾ തിങ്കിങ് ഇങ്ങനെ പോകണ്ട. ഇതെന്താണ്, രണ്ട് ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ കമ്പൈൻഡ് കേസ്. ഓക്കെ, ഇപ്പൊ കമ്പൈൻഡ് പ്രോബ്ലം ആണെങ്കിൽ ഹൗ ഡു വി സോൾവ് ദ കമ്പൈൻഡ് കേസ്? റൈറ്റ്. അപ്പൊ അതിലേക്ക് പോവാം. ഇനി കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷന്റെ കേസിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം ഫസ്റ്റ് കേസ് വെച്ച് തുടങ്ങാം. കമ്പൈൻഡ് അല്ലെങ്കിൽ ഇക്വൽ, നമുക്ക് അറിയാം ഇതുപോലെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഈക്വലന്റ് ഫോർ ആക്സിയൽ, ഫൈൻഡ് ഈക്വലന്റ് ഫോർ ബെൻഡിങ്. ടോർഷൻ ഇല്ല, അപ്പൊ ഏരിയ നമുക്ക് ഒഴിവാക്കാം. ഈക്വലന്റ് ഫോർ ആക്സിയൽ ആണ്, ഈക്വലന്റ് ഫോർ ബെൻഡിങ്, ആൻഡ് ദെൻ ഫൈനലി ഫൈൻഡ് ദ ഫൈനൽ ഈക്വലന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഈക്വലന്റ് ഫോർ ആക്സിയൽ പ്ലസ് സിഗ്മ ഈക്വലന്റ് ഫോർ ബെൻഡിങ്. ഓക്കെ, അപ്പം ജിഷ്ണു നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ അതേ ആ ലോജിക്ക് വരുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, so equivalent is equal to sigma equivalent for axial plus sigma equivalent for bending. Right, that's it. Now അതിനുശേഷം so this will give you sigma x value
ഇവിടെ സിഗ്മ y വാല്യൂ 0 ആണ്, ടോ xy വാല്യൂയും 0 ആണ്. സോ ദെൻ ഡയറക്ട്ലി ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇതാണ് അതിന്റെ ബേസിക് ലോജിക്ക്. നമുക്ക് നോക്കാം, നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് നോക്കാം. സോ ഒരു സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us start with finding out sigma equivalent axial. Okay, so from this standard equation, that sigma equivalent, so we have this equation like for axial, sigma equivalent is equal to sigma mean plus kf into that equation. So sigma equivalent is equal to sigma kf into the sorry kf alla axial condition equation edukka. Okay, so sigma equivalent axial is equal to sigma mean plus kf into sigma a into sigma, so yield tensile strength, yield tensile strength divided by endurance strength, right? നമുക്ക് നോക്കാം പിന്നെ എന്തൊക്കെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കി കഴിഞ്ഞാൽ യെസ്, yield tensile strength തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ endurance strength തന്നിട്ടുണ്ട്, രണ്ട് വാല്യൂസും ആയി, റൈറ്റ്. ഇനി സിഗ്മ എ മീൻ സ്ട്രെസ്സും അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും തന്നിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അത് കാണണമെങ്കിൽ എന്ത് വേണം? ഫോർ ഫൈൻഡിങ് സിഗ്മ മീൻ ആൻഡ് സിഗ്മ ആംപ്ലിറ്റ്യൂഡ് യു റിക്വയർ സിഗ്മ മാക്സിമം ആൻഡ് സിഗ്മ മിനിമം. ഓക്കെ, ഇനി ഇത് എങ്ങനെ കാണാം നോക്കാം. അതിനു മുമ്പ് കെ എഫ് വാല്യൂ തന്നിട്ടുണ്ടോ നോക്കാം അല്ലെ. അപ്പൊ കെ എഫ് വാല്യൂ യെസ് തന്നിട്ടുണ്ട്. കെ എഫ് വാല്യൂ ഫോർ ആക്സിൽ ഇസ് 1.64. ഓക്കെ, സോ ആ വാല്യൂ കൂടെ കഴിഞ്ഞു. കെ എഫ് ഇസ് ഈക്വൽ ടു 1.64 അല്ലെ. പിന്നെ നമുക്കിവിടെ ഒരേ ഒരു തലവേദനയേ ഉള്ളൂ, ദാറ്റ് ഈസ് ടു ഫൈൻഡ് ദ സിഗ്മ മീൻ ആൻഡ് amplitude. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വരാം. സിഗ്മ മീൻ ആൻഡ് സിഗ്മ ആംപ്ലിറ്റ്യൂഡ് യു കൻ ഫൈൻഡ് if and only if you have sigma maximum and sigma minimum. Now sigma maximum sigma minimum എങ്ങനെ കാണാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 450 ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നത്, റൈറ്റ്. 450 ന്യൂട്ടൺ ആക്സിയൽ ഡയറക്ഷനിൽ, അതുപോലെ 150 ന്യൂട്ടൺ കംപ്രസീവ് ഡയറക്ഷൻ അല്ലെ. Then your 450 Newton will give you your maximum sigma maximum, right? And 150 Newton will give you sigma minimum, right? ശരിയല്ലേ? Yes, sir. Right. So using those two values, just find just our formula വെക്കുക. അപ്പൊ തന്നെ അവിടെ unknown diameter value അവിടെ തന്നെ കാണും അല്ലെ. ഇനി ഇത് ഏത് സെക്ഷനിൽ വെച്ചിട്ട് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ you can start doing it with n section. നമുക്ക് ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് n section സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ ഡയമീറ്റർ d വെച്ചിട്ട് ചെയ്യാം. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ലോജിക്കലി നോക്കുമ്പോൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ എടുത്ത് നോക്കേണ്ടതാണ്. ഈ പോയിന്റ് എടുക്കണം, ഇപ്പുറത്തെ പോയിന്റ് എടുക്കണം. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ ഈ ഒരു 10 മാർക്കിന്റെ പ്രോബ്ലം വെച്ചിട്ട് ആ ദിവസം മുഴുവൻ നമ്മൾ ഇരുന്നു. ഓക്കെ, സോ പ്രിഫറബിളി സോ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ, ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് അവരെടുത്തിരിക്കുന്നത് എൻ പോയിന്റ് ആണ്, റൈറ്റ്. യെസ്, അവരെടുത്തത് ഏറ്റവും ഫൈനൽ എൻഡ് പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സി ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാന്നല്ല പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ 1 എന്നുള്ള സെക്ഷൻ ഇടണം, 2 എന്നുള്ള സെക്ഷൻ ഇടണം, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് തന്നെ പോവാം, എൻഡ് പോയിന്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇതുപോലെ കിട്ടും. സിഗ്മ മാക്സിമം ഇസ് ഈക്വൽ ടു ലോഡ് ആക്ടിംഗ്, ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ 450 ഡിവൈഡഡ് ബൈ 5/4 into 2d the whole square, and sigma minimum value is actually 150 into 150 divided by 5/4 into 2d the whole square, right? Now sigma maximum sigma minimum ആയി. ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സുഖമായിട്ട് സുന്ദരമായി നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ ആക്സിയലും സിഗ്മ മീനും സിഗ്മ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് വൺ യു കൻ ഫൈൻഡ് ദ ഈക്വലന്റ് ആക്സിയൽ, റൈറ്റ്. സോ വൺസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഔട്ട്, അത് അവിടെ കഴിയും അല്ലെ. രണ്ടാമത് എന്ത് വേണം? സിഗ്മ ഈക്വലന്റ് ഫോർ ബെൻഡിങ് കാണണം, റൈറ്റ്. So that is again given by sigma mean plus kf into sigma a into yield tensile strength by endurance strength തന്നെയാണ്, റൈറ്റ്. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിലും എന്ത് വേണം? സിഗ്മ, ഇപ്പം ഇതിൽ yield tensile strength endurance strength തന്നിട്ടുണ്ട്, kf വാല്യൂ തന്നിട്ടുണ്ട്, സിഗ്മ മീനും സിഗ്മ ആംപ്ലിറ്റ്യൂഡും കാണണം. അപ്പൊ അതിന്റെ കേസിലും നമുക്ക് എന്തൊക്കെ കാണണം? സിഗ്മ മാക്സും കണ്ടെത്തണം, സിഗ്മ മിനിമം കണ്ടെത്തണം. അതായിരുന്നു നമ്മൾ ഇന്നലത്തെ പ്രോബ്ലം അല്ലെ. അതേ സെയിം ലോജിക്കിനാണ് 80 ന്യൂട്ടണും 120 ന്യൂട്ടണും ആയതുകൊണ്ട് തന്നെ ബെൻഡിങ് സ്ട്രെസ് ഇസ് m/i into y ആണ് അല്ലെ. m/i into y max ആണ്. So using this equation, ഇന്നലത്തെ സെയിം പ്രോബ്ലം ആണ്. Find the value for sigma maximum and find the value of sigma minimum. രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ you can find sigma amplitude and sigma mean. Substitute the values over here. This will give you the value for equivalent bending stress. Okay, ഇത് equivalent axial stress തരും, ഇത് equivalent bending stress തരും. Right. So once these two values are found out, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം?
find the final equivalent as sigma equivalent axial plus sigma equivalent bending വെച്ചിട്ട് കണ്ടെത്തുക. So this is nothing but your sigma x value. Okay, നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സിഗ്മ എക്സ് വാല്യൂ ആണ് ഇത്. ഓക്കെ, സിഗ്മ വൈ വാല്യൂ തന്നിട്ടില്ല, ടേക്ക് ഇറ്റ് ആസ് 0. ഷിയർ സ്ട്രെസ് ഇല്ല അല്ലെങ്കിൽ ടോർഷൻ ആബ്സെന്റ് ആണ്, സോ ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ യുവർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് സിഗ്മ 1 is equal to sigma x plus sigma y by 2 plus etc. അല്ലെ, സോൾവ് ചെയ്യാം. ഇതിപ്പോ അങ്ങനെ സോൾവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, സിഗ്മ 1 തന്നെയാണ് ഇത് സിഗ്മ എക്സ് അല്ലെ ഡയറക്റ്റ്, കാരണം ബാക്കിയുള്ള ഷിയർ സ്ട്രെസ് കോമ്പണൻസ് എല്ലാം 0 ആണ്. സോ സിഗ്മ 1 will be equal to sigma x തന്നെയായിരിക്കും. Right. So you can equate this one with theories of yield like sigma 1 is equal to yield tensile strength by factor of safety. Factor of safety given ആണ്, yield tensile strength given ആണ്. Right. Right. Solve here. You can find the diameter d. Right. That's it. Clear ആണോ? ഇതില് മറ്റേ കറക്ഷൻ ഫാക്ടർ സൈസ് ഫാക്ടറിൽ ഇവിടെ ആഡ് ചെയ്യണ്ട, ഇക്വേഷൻ്റെ അകത്ത് ഉണ്ടാവില്ല. വേണം വേണം. ഈ ഇക്വേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ നമ്മളെ. സോറി, ഓ ഇല്ല വേണ്ട 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 ഒരു കറക്ഷൻ ഫാക്ടർ അതിൽ വരുന്നില്ല അല്ലേ. ഒരു സെക്കൻഡ്, ഇക്വേഷന്റെ കേസില് വേണ്ട, നമുക്ക് ഇത് ഇവിടെ നമ്മളൊരു ഇക്വേഷനിൽ അത് വരുന്നില്ല. ഓക്കെ, ഇൻഡിവിജ്വൽ കേസിൽ മാത്രമേ കറക്ഷൻ ഫാക്ടറിന്റെ ടേംസ് വരുന്നുള്ളൂ. വാല്യൂസ് തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ എന്തായാലും ഒന്നുകൂടി ചെക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല വേണമെന്നില്ല, കാരണം ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇതിലെവിടെയും നമ്മൾ കറക്ഷൻ ഫാക്ടർ ടേംസ് വരുന്നില്ല. അത് പിന്നെ റെഡ്യൂസ്ഡ് ഫോം ആണത്. എന്തായാലും ഇത് ചോദിച്ച ശരിക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. വാലിഡ് പോയിന്റ് ആണ്. ഓക്കെ, തൽക്കാലം നിങ്ങൾ പ്രൊസീഡ് ചെയ്തോ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എടുത്തോ. അയ്യോ, ഞാൻ സേവ് ആക്കിയില്ല അല്ലേ. ഓക്കെ, നോക്കട്ടെ. അപ്പൊ അത് ലോജിക് ഏതാണ്ട് ക്ലിയർ അല്ലേ? കറക്ഷൻ ഫാക്ടറിന്റെ ഇഷ്യൂസ് അല്ലേ? പ്രോബ്ലത്തിന്റെ ലോജിക് ക്ലിയർ അല്ലേ? കറക്ഷൻ ഫാക്ടർ ഞാൻ ചെക്ക് ചെയ്യാം. ആസ് സച്ച് കറക്ഷൻ ഫാക്ടർ വേണ്ട, ചെയ്ത സമയത്ത് അതൊന്നും എടുത്തിട്ടില്ല. ചില സമയത്ത് അതൊരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആയിട്ട് തന്നതാവാനും മതി. എന്തായാലും ചെക്ക് ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പോ ഇന്ന് ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് നാളെ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകും. അപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നാളെ തന്നെ ക്ലിയർ ചെയ്യാം. കാരണം ഇതിൽ ഒരുപാട് പ്രോബ്ലം ചെയ്യുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ലോജിക് ഇതാണ്, ഇത് പ്രാക്ടീസ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ടൈപ്പ് പ്രോബ്ലം കൂടുതൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ക്ലിയർ ചെയ്യാം. കാരണം ഫാറ്റിഗിന്റെ ഒരു പ്രോബ്ലം ഷുവർ ആണ്, അത് ഏതാണ്ട് ഈ മോഡൽ പ്രോബ്ലം തന്നെ ആയിരിക്കും വരികയും ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ടൈമായി. ഓക്കെ, അറ്റൻഡൻസ് ഞാൻ എടുത്തോളാം. ഓക്കെ, ശരി, താങ്ക് യു.